ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പകയോടെ തന്ത്രിയെ അകത്താക്കിയെന്നും സർക്കാർ മറുപടി പറയണമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. വിശ്വാസ സമൂഹത്തോട് വഞ്ചന കാട്ടിയെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കുകയായിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് SIT പ്രവർത്തിച്ചതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. SIT ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നുണ്ട്. ഈ വിധിന്യായത്തിൽ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ തെളിവുകൾ കൊണ്ടുവരാനോ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ശബരിമല തന്ത്രിയെ മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി എന്നത് ഇതിലൂടെ വ്യക്തമാവുകയാണ്. SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് വസ്തുത. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത്. കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്നയാളാണെന്ന് MV ഗോവിന്ദന്റെ പ്രതികരണം. ഒരു പ്രശ്നമില്ല, അവർ പൂർത്തിയായില്ലല്ലോ, കണ്ടെത്തണ്ടേ, കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. ആ കേസ് അന്വേഷണം പൂർത്തിയായിട്ടില്ലല്ലോ. പൂർത്തിയായിട്ട് വരുമ്പം എന്താണ് ചാർജ്, അതുപോലെ തന്നെ ഈ തന്ത്രിന്റെ ചാർജ് എന്താണെന്നൊക്കെ പറയും. അന്നേരം നോക്കാം. ധൃതിപ്പെടണ്ട. ആര് കൊടുക്കാൻ, ആർക്കാ കൊടുക്കേണ്ട കാര്യമുള്ളത്? അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് പോച്ചിയൊക്കെ വെച്ചത് ആരപ്പ അന്നെല്ലാം കൂടി ചോദിച്ചില്ലേ? ആരാ പറഞ്ഞ സഖാക്കളാണപ്പാ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. തന്ത്രിയിൽ ഈ പറയുന്ന പേരും കള്ളന്മാരെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.